അല്ല 4 ബിരിയാണി ഓർഡർ ചെയ്യണവർക്ക് 4 പുഴുങ്ങിയ മുട്ട ഫ്രീ ഉണ്ടാവും. അത് കുഴപ്പമില്ല, ആകെ കണ്ണെടുത്തോളൂ. അത് വേണ്ടേ? ഒന്നും വേണ്ടേ? ഒന്ന് വേണ്ടാന്ന്, കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ല അത് അങ്ങനെയാണ് സത്യേട്ടൻ നമ്മൾ പറയുന്നത് വെച്ചാലേ പൈസ എന്തായാലും തരാം. നമ്മള് ഇവിടെ വന്ന് കഴിക്കാ സത്യേട്ടന്റെ നമ്മൾ വിരുന്നിന് വിളിച്ചാ പോലെ നടക്കൂല ഇവിടെ. അത് വേണ്ട ഞാൻ ശരിയാ. ചേച്ചിക്കോ പറ്റൂല? എന്നാ ശരി. പിന്നെ ഇങ്ങനെ മുടി മുറിക്കാലെന്ന് വിചാരിച്ചു. ബിരിയാണി വേണമെങ്കിൽ നല്ലത് മേടിച്ചു തന്നോടെ. അവന്റെ കണ്ടറിനോടെ വെറും തട്ടിപ്പായിട്ട് നടക്കുന്ന പാർട്ടികളാണെന്നുള്ളത്. എന്നിട്ട് അതിന് ബിരിയാണി വാങ്ങാന്ന് നിനക്ക് എന്തിന്റെ കേടാണ്? അത് വാങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് നാളെ റെസ്റ്റ് എടുക്കാല്ലായിരുന്നു ഓർത്തിട്ട്. പൊന്നു കുഞ്ഞെ, നീ കഞ്ഞി വെച്ച് കഴിഞ്ഞാ പിന്നെ നിനക്ക് റെസ്റ്റ് തന്നെയല്ലേ അല്ലേ? അത് കഴിയുമ്പോ പിന്നെ ചായയായി, പിന്നെ ഗോതമ്പ് ദോശയായി, ചപ്പാത്തിയായി. പിന്നെ അതൊക്കെ ഉണ്ടാക്കണ്ടേ പണ്ടു വീടാകുമ്പോ? നിനക്കിപ്പോ വന്ന് വന്ന് ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞ അപ്പൊ വെറുതെ പറയും. അതെ, ഒരു ഗ്ലാസ് കട്ടൻ വെച്ചേ. അല്ല മങ്ങളോ, ഇപ്പൊ ഈ സൈക്കിൾ എടുത്ത് നന്നായിട്ടോ. പെട്രോൾ അടിക്കണ്ടല്ലോ. അതൊക്കെ ഞാൻ എല്ലാം മുൻകൂട്ടി എന്താ പരിപാടി? ഞങ്ങളൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങിയാണ്, ബിരിയാണി ചലഞ്ച്. ഞങ്ങൾ ഇതുപോലെ തന്നെ ഓണത്തിന് ഒരു പാൽപായസത്തിന്റെ ചലഞ്ച് നടത്തിയില്ലേ? ഞങ്ങള് പാൽപായസ ചലഞ്ച് നടത്തി. എന്നിട്ട് നിങ്ങൾ ആർക്കെങ്കിലും പായസം കൊടുത്താ? അതെന്ന് പറഞ്ഞാല് മറ്റേ അന്ന് കാറ്റും മഴയും വന്നല്ല, അപ്പൊ ഉരുളി മറിഞ്ഞു പോയി. അപ്പൊ കുറച്ച് പായസം കിട്ടി, അത് കുറെ പേർക്ക് കൊടുത്ത്. എല്ലായിടത്തും അങ്ങോട്ട് എത്തിയില്ലെന്നുള്ളൂ. ആർക്കാ കൊടുത്ത് നിങ്ങള്? മറ്റേ സുമേഷേറിന്റെ വീട്ടിൽ കൊടുത്ത്, മാമന്റെ വീട്ടില്, പിന്നെ ദിലീപിന് കൊടുത്ത്. നിന്റെ അനിയന്. നിങ്ങൾക്ക് കുടുംബക്കാർക്ക് കുറച്ച് പായസം വെച്ച് പങ്കുവെച്ചായിരുന്നല്ലേ? എന്തിനാ ആൾക്കാരെ കൈ പിടിച്ച്? ഇതൊരു സാംസ്കാരിക പരിപാടിയല്ലേ? എന്ത് കുടുംബക്കാർക്ക് പായസം കൊടുക്കണോ? ഓട്ടം നിങ്ങൾ എന്നിട്ട് ആ കുട്ടിക്ക് വല്ല സഹായം ചെയ്താ? ആ വയ്യാത്ത കുട്ടിക്കാന്ന് പറഞ്ഞല്ലേ പിരിച്ച്? എന്റെ ഞങ്ങളിങ്ങനെ ചെറുപ്പക്കാരെ നിങ്ങളിങ്ങനെ അവഹേളിക്കരുത്. നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ലേ ഈ വാക്ക് നടക്കണം. സത്യത്തിൽ നിനക്ക് എന്താടാ പണി? സത്യത്തിൽ നിനക്ക് എന്താ പണി? എന്താ നിങ്ങക്ക് പണി? PSC എന്താ പണി? ആപ്ലിക്കേഷൻ കൊടുക്കണം. പണിക്ക് ഇതുവരെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ ആളുകളെ സഹായിക്കാൻ നടക്കണോണ്ട് ഇങ്ങനത്തെ ആകുമ്പോ അങ്ങനെ ജീവിച്ചു പോവും ചെയ്യാലോ. എന്തിനാണ്ടാ ജാതി പണിക്കയുടെ ഉന്നേ? വല്ല പണിക്കും പോയി കൂടെ നിങ്ങൾക്ക് ഈ നാട്ടുകാരനെ ഇങ്ങനെ പിരിച്ചിങ്ങനെ. നാടിന്റെ സാംസ്കാരിക പൈതൃകം ആര് കാത്തു സൂക്ഷിക്കണം? പടച്ച റബ്ബേ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആളുടെ കുപ്പായി നോക്കി ഇതൊക്കെ. നിങ്ങൾക്ക് ഈ ഷർട്ടിങ്ങിന് മാറ്റിക്കൂടെ? പൂമ്പാത്തകളെങ്കിലും പറ്റിക്കാണ്ടിരിക്കുന്നത്. ഇത് പൂവാ വിചാരിച്ചിട്ട് അവറ്റ വന്നിരിക്കും മേത്ത്. പിന്നെ നിങ്ങളോട് രണ്ടാളും കൂടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാണ്. ഇതിന്റെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ കൂട്ടിക്കോളെ. ഈ പരിസരത്ത് എവിടെന്നെങ്കിലും നിങ്ങൾ കായ് മേടിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ 2 ബാക്കി ഉണ്ടാവില്ല കേട്ടോ. എന്താ മന്മായിട്ട് പോയി എന്ത് പറഞ്ഞാലും വട്ടം വെക്കണത്? ഇതേ കോയക്കന്റെ മാത്രം തീരുമാനമല്ല, ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരുടെയും തീരുമാനമാണ്. അതുകൊണ്ട് രണ്ടും നിങ്ങൾക്ക് ഇറങ്ങാൻ പോയിണ്ട. ആളുകളെ പറ്റിക്കാൻ ഇറങ്ങി ചലഞ്ച് മാറ്റി പിടിക്കേണ്ടി വരുവാ. നമുക്ക് ഈ പരിസരത്ത് നിന്ന് വിടാം. ആളുകൾക്ക് കാര്യം മനസ്സിലായിരുന്നതാ തോന്നണത്. അപ്പൊ എന്ത് ചെയ്യല്? പഴയ പണിക്കോനാൽക്കാവൂല. ഇല്ല, വേറെന്തെങ്കിലും ഐഡിയ? വേറെന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു മീറ്റിംഗ് കൂടാം. നിന്റെ ചുമേനി മാറിയില്ലേ? നീ ഡോക്ടറെ കണ്ടില്ലേ? അതൊന്നും വേണ്ട ഏട്ടാ, കുഴപ്പമില്ല. നീ ഇപ്പൊ എന്താ ചെയ്യണ അവിടെ? ഹലോ, സത്യം പറഞ്ഞ കോയ, ഇത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാ മാറിയെന്ന് നമുക്കത് പറയാനായിട്ടില്ല. ഇല്ല, മാറിയിട്ടില്ല. പഴയ ചൊറുചുറുക്കില്ല. ഇല്ലല്ലോ. അതാണ് കാരണം. ആ തുമ്മലുണ്ടല്ലോ, അത് പോയിട്ടില്ല. അപ്പൊ അയാള് എഴുതി തന്ന മരുന്നൊക്കെ കഴിക്കലുണ്ടോ? അതന്നെ. ഇന്ന് പുച്ചമ്പളത്തെ മരുന്ന് കഴിച്ചിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം ഒന്നും കൂടി മാറിക്കഴിഞ്ഞാല് 100 കൂട്ടം ചിന്തകൾ തലയിൽ വരും.
അല്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഗുളിക കഴിക്കാൻ മറന്നു പോകും. അപ്പൊ അത് ഓർത്തിട്ട് നമുക്ക് ഈ ഗുളിക തരേണ്ടത് ആരാണ്? വീട്ടിലെ ഭാര്യമാരല്ലേ? അല്ലേ? ഇതൊക്കെ തന്നെയാണ്. ഇവറ്റക്ക് ഇതിനൊന്നും നേരില്ലല്ലോ. ആണുങ്ങളുടെ കാര്യം നോക്കാൻ അവർക്ക് നേരില്ല. ഒന്നും പറയണ്ട, എന്റെ വീട്ടിലെ കാര്യം ഇത് തന്നെ അവസ്ഥ. കിടക്കണ്ടേ വലത്തേക്കാലൊന്ന് ഉളുക്കി വൈദ്യുതി കൊണ്ടുപോയി പറഞ്ഞ് എല്ലാ ദിവസവും രാത്രി കിടക്കുമ്പോ ഇച്ചിരി തൈലം ഇട്ട് തിരുമണമെന്ന്. അത് ശരി. കാരണം ഞാൻ കിടന്നു തിരുമിട്ട് അസുഖം മാറില്ല. സംഭവം എന്താ, എവിടെ വന്നിട്ട് തിരുമണത് ഇടത്തേക്കാലില്ല, കുളിക്കുന്നത് വലത്തേക്കാലേ. അപ്പൊ അത് പറഞ്ഞൂടെ, എന്റെ ഈ കാലാണ് വിളിക്കേക്കണ, അത് തിരുമ്പാ പറഞ്ഞൂടെ? അല്ല പോയൊക്കെ വലത്തേക്കാല് തിരുമ്പുമ്പോ ഒരു സുഖമുണ്ട്, ഇതിന് തൊട്ടാ വേദന എടുക്കൂലേ. അവരെ പറഞ്ഞ കാര്യം അത് മാറി, അത് മാറി. വരുന്നുണ്ടേ എന്ത്? ആ വേദന. മണ്ടുവച്ചേ, മണ്ടുവച്ചോ ഇങ്ങോട്ട് വന്നേ. ഇത് കുഴപ്പമില്ല. ചേട്ടാ അതെ ഇരിക്കും. അയ്യോ മണ്ടുവച്ചോ ഇങ്ങോട്ട് വന്നേ. മണ്ടോ എന്താണ് ഈ മനുഷ്യന് സമയത്ത് മരുന്ന് കൊടുക്കാത്തത്? 2 മണിയായില്ലേ, ഇനി എപ്പോഴാ ഗുളിക കൊടുക്കണേ? അയ്യോ കാഞ്ചി കൊയക്ക പിടിക്കും. ആശുപത്രി കൊണ്ടോ സത്യം. ഗ്യാസിന്റെ എന്തെങ്കിലും ആയിരിക്കും. ഗ്യാസല്ല, വണ്ടി വിളിക്കുക. അളിയെ വിളി, അളിയനെ വിളി. അയ്യോ കൊയക്ക നമുക്ക് ആശുപത്രി കൊണ്ടോ, എന്നിട്ട് അളിയനെ അവിടെ വരാൻ വിളിച്ചു പറയാം. അളിയനെ വിളി, അളിയനെ വിളി. വിളിക്കാം, ആശുപത്രി പോയിട്ട് നമുക്ക് വിളിക്കാം. മെല്ലെ വാ. അളിയനെ വിളിക്കാന്നേ. അയ്യോ അളിയ കൃത്യ സമയത്ത് വന്ന നന്നായി. അളിയ മണ്ടു വന്ന് കേറ്. മണ്ടു അളിയൻ കയറട്ടെ. ഏട്ട് വാ. നീ വന്ന് കയറി. മണ്ട് കയറിട്ടാലും കുഴപ്പമില്ല. അളിയൻ കയറട്ടെ. അളിയ കയറി പോവാ. അളിയ അല്ല അളിയൻ കയറിയില്ല. എന്തിനെ? അളിയൻ സീരിയസ് ആണ്, വയ്യ. അതെ, ഇവിടെ യഥാർത്ഥത്തിലുള്ള രോഗി ആരാന്നൊക്കെ എനിക്കറിയാം. അളിയന്റെ അസുഖം 5 മിനിറ്റ് കഴിഞ്ഞാൽ മാറും. ഇത് സീരിയസാ. ഡോക്ടറെ എടുത്തുകൊണ്ടില്ലെങ്കിലേ നിക്കിന്റെ പെങ്ങളില്ലാണ്ടാവും. വണ്ടി എടുക്കണ. അളിയ ഇതിപ്പോ രോഗിയെ കൊണ്ട് വന്ന് പോയല്ലേ, ഇത് എന്ത് പരിപാടിയാണ്? എന്തൊരു കഷ്ടപ്പെട്ടത്. ഇത് എന്തിപ്പോ മണ്ടുവിന് അസുഖം? മണ്ടുനെന്താ അസുഖന്ന്? ആർക്കറിയാം. എന്താ ഇനിയിപ്പേ അതെ, ഇനിയിപ്പോ വേറെ ഒന്നും നോക്കണ്ട. ഞാൻ എന്റെ കയ്യിലുള്ള കായൊക്കെ അങ്ങോട്ട് എണ്ണി പെറുക്കേണ്ടി എടുക്ക്. നമുക്കൊരു വണ്ടി വിളിച്ചിട്ട് നമുക്ക് ആശുപത്രിക്ക് പോവാ. ഇപ്പൊ ഇത്തിരി ആശ്വാസം തോന്നുന്നുണ്ട്. മറിമായം